ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ ഹിസ്റ്റീരിയ, നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറയുന്ന ഒരു മനോഹരമായ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് പലർക്കും ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും, പക്ഷെ അത് പഠിപ്പിക്കാൻ എത്ര ടഫ് ഉള്ള ചാപ്റ്ററിനെയും ഏറ്റവും പഠിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ നമ്പർ 1 ഇംഗ്ലീഷ് ഫാക്കൽറ്റി. വെൽക്കം സർ. ഞാൻ പറയണ്ടല്ലോ പേരൊന്നും. Thank you, Edi sir, for this kind words. And once again, welcome back to Xylem. Welcome back to the world of English. നോക്കൂ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. സർ, ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഒരു സ്വാഭാവികമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും, ഇത് ഒന്നാമത്തെ പേജാണ്, ഇത് രണ്ടാമത്തെ പേജാണ്, ഇത് മൂന്നാമത്തെ പേജാണ്. സർ, നിങ്ങളുടെ പേഷ്യൻസിനെ ഞാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിപ്പിക്കാനൊന്നുമല്ല സാർ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ വെക്കുകയാണ്. പക്ഷെ ഓഫർ വെക്കുന്നതിന് മുമ്പ് ഓൾറെഡി എഡി സാർ പറഞ്ഞു, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. നാച്ചു സാർ എന്ന് കമന്റ് ബോക്സിൽ കുറെ പേര് വിളിക്കുന്നുണ്ട്. എഡി സാർ എന്ന് വിളിക്കുന്നതിന്റെ കൂടെ കുറച്ച് പേര് കൂടെ വിളിക്കുന്നുണ്ട്. നാച്ചു സാർ എടി സ്റ്റാർ ആണ് അല്ലേ? ഞാൻ പാവൻ നാച്ചു സാർ ആണ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്നത് നിങ്ങളെ ലൈൻ ബൈ ലൈൻ ഈ ചാപ്റ്റർ പഠിപ്പിക്കാനോ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിപ്പിച്ച നിങ്ങളുടെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നു. യെസ്, ഒരുപാട് പേര് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് എവ്രി വൺ, ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ആൻഡ് ദിസ് ഈസ് ദ ഓഫർ വളരെ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾ ഈ ചാപ്റ്റർ വെറും 13 പോയിന്റ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു. The complete chapter in 13 points. That's my offer, ladies and gentlemen, and the offer closes soon. So I want you to spread this message to everybody. I want you to send the live link to every one of your friends. അല്ലേ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓടി വരാൻ വേണ്ടി പറയാം. നമുക്ക് മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും, എല്ലാ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കും, എല്ലാ ഗ്രൂപ്പുകളിലേക്കും, എല്ലാ ഫ്രണ്ട്സിന്റെ എന്തൊക്കെയാണ് ചാറ്റ് ബോക്സിലേക്കും, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് അടക്കം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അയച്ചു വരാൻ പറയാം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ഒരു ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ വെറും 13 പോയിന്റിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോവാണ്. അതാണ് സൈലത്തിന്റെ ഓഫർ. അപ്പൊ നമുക്ക് ഇനി ഞാൻ പോകുന്നു. പക്ഷെ ഇവിടെ ആയിരങ്ങളെ ഇവിടെ എനിക്ക് കാണണം. മാക്സിമം ഷെയർ ചെയ്യാം. എല്ലാവരും വന്ന് ഓടി വരെ അടിപൊളിയായിട്ട്. സോ മക്കളെ, once again good evening everybody. സോ നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 അവസാനത്തെ ചാപ്റ്റർ നമ്മൾ ഗംഭീരമായി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോകുന്നു. സോ പീപ്പിൾ, if you are ready, ഒന്ന് കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു ഫയർ ഇട്ടിട്ട മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം പോലെ ഇപ്പൊ വന്ന ആളുകളൊക്കെ ഈ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. സോ ഒന്ന് ലൈവിന്റെ ലിങ്ക് ലൈക്ക് ചെയ്തേക്കുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തേക്കുക. ഷെയർ ചെയ്തോ സർ. പയ്യോളി വേഴ്സസ് പൂക്കാട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ സർ, ഞാൻ പയ്യോളിക്കാരനാണ് സർ. ഓക്കെ, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്തോ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്തോ. ഷെയർ ചെയ്ത ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞേ. യെസ് എന്നൊന്ന് പറഞ്ഞേ. ഇനി ഷെയർ ചെയ്യാത്ത ആളുകള് മാക്സിമം ആളുകളിലേക്ക്, ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ആളുകളിലേക്ക് ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ 1K ആക്കണം. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ആക്കണം, 1K ലൈവ് വാച്ചിങ് ആക്കണം. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഐ വോണ്ട് യു. യെസ് ഓക്കെ, റെഡിയല്ലേ, എല്ലാം റെഡിയല്ലേ. ഓക്കെ, സോ നോക്ക്, ഇവിടെ ഇപ്പൊ ഏകദേശം 500 അല്ലെങ്കിൽ 410, 20ഓളം ആളുകൾ ലൈവ് കാണുന്നുണ്ട്. പക്ഷെ ലൈവിന്റെ ലൈക്ക് ഇപ്പോഴും 143 ഉള്ളൂ. അത് പോരല്ലോ സർ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ നിങ്ങൾക്ക് ഓഫർ തന്നു. എന്താണ് സർ? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ചാപ്റ്റർ ഓർ എ സ്പീച്ച് delivered by Leonardo DiCaprio in UN Climate Summit. അല്ലേ, അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിയിൽ അല്ലെങ്കിൽ UN ക്ലൈമറ്റ് സമ്മിറ്റിൽ, അല്ലെ UN ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയിൽ ലിയാനാർഡോ ഡികാപ്രിയോ നടത്തിയ ഒരു പ്രസംഗം. അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിങ്ങനെ കാണ്ഡങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊരു 3 പേജേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇതിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാ. 1 മണിക്കൂറിൽ താഴെ. ആക്ച്വലി നിങ്ങൾ ഈ ചാപ്റ്റർ ഒരു 20 മിനിറ്റുള്ളിൽ പഠിക്കും. പിന്നെ ഡിസ്കോഴ്സ് ആണ്. ഓക്കെ, സോ ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിക്കും. എന്നിട്ടൊരു ബാക്കിയുള്ള ഒരു 20-25-30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കോഴ്സുകളിലൂടെ പഠിക്കും. ഇനി നിങ്ങൾക്ക് ഡിസ്കോഴ്സുകൾ താല്പര്യം വിട്ടേക്കോ. പക്ഷെ ചാപ്റ്റർ നമ്മൾ പഠിച്ചോ. ഇതിലൊരു പാരഗ്രാഫ് ടൈപ്പ് 6 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഗംഭീരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരൊറ്റ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഈ ലൈവ് അത്ര
അത്രമേൽ ക്രൂഷ്യൽ ആണ് നിങ്ങൾക്ക്. എനിക്കറിയാം 9ാം ക്ലാസ് ആണ്, നിങ്ങളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ ലൈവ് കൊണ്ട് 45 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമായില്ലേ നമുക്ക് രണ്ടുപേർക്കും? റെഡിയാണോ സർ? റെഡിയാണോ സർ? അപ്പൊ റെഡിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. റെഡി ആണെങ്കിൽ ഞാൻ വീണ്ടും ആ ഓഫർ പറയുന്നു. ദ ഹോൾ ചാപ്റ്റർ ഇൻ 13 പോയിന്റ്സ് അല്ലെ? ഈ മുഴുവൻ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? മുഴുവൻ ചാപ്റ്റർ നമ്മൾ 13 പോയിന്റ്സ് കൊണ്ട് പഠിക്കുന്നു. ഓക്കെ, എന്റെ പേര് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പുന്ന സമയത്ത് ദിസ് ഈസ് മൈ നെയിം. ഓക്കെ, നാസർ ഫാറുദ്ദീൻ എന്നാണ് എന്റെ പേര്. നാച്ചു സാർ എന്നാണ് കുറെ പേര് എന്നെ വിളിക്കാറ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തോളൂ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത കുറെ കലാപരിപാടികളുണ്ട്. ഞാൻ കുറെ ദിവസത്തിന് ശേഷം നിങ്ങളെ കാണാൻ വരുവാണ്. സോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ റോക്കി ബൈഡ് എടുത്ത് നിൽക്കണോ? വേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, യെസ്, ഒരു ഫോട്ടോ ഒക്കെ എടുത്തോളൂ. യെസ്, അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പതുക്കെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ കേട്ടിരുന്നോളെ, വളരെ കൃത്യമായിട്ട് തന്നെ കേട്ടിരുന്നോളെ. ഞാൻ ഓരോ പോയിന്റ്സ് പറയുമ്പോൾ അപ്പ പഠിച്ചു പോയിക്കോളാം, പിന്നേക്കില്ല. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയും. എത്ര മിനിറ്റിനുള്ളിൽ? 20 മിനിറ്റിനുള്ളിൽ. നോക്കൂ, ഇപ്പൊ സമയം യെസ്, ഇപ്പൊ സമയം 7:37 PM ആണ്. ഈ പെണ്ണ് വർക്ക് ചെയ്യാത്താണോ എന്നെ എഴുത്തിന്റെ പ്രശ്നമാണോ? 7:37 PM ആണ്. ഓക്കെ, അപ്പൊ നമ്മള് 7:57, അയ്യോ ഈ പെണ്ണ് വർക്ക് ചെയ്യുന്നില്ല, 7:57 PM അല്ലെ? 7 മണി എന്ന് വെച്ചാൽ 8 മണിക്ക് 3 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തരുന്നു. അതായത് ഓരോ പോയിന്റ്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ചു തീർക്കുന്നു. സാർ മുത്താണ് നിവേദിത മസ്, താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്. ഓക്കെ, യെസ് സാർ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സമയമില്ലാത്ത സമയത്ത് അല്ലെ 7:38. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 38. ഓക്കെ, 7:38 സ്റ്റാർട്ട് ചെയ്യുന്നു, 7:58 അവസാനിപ്പിക്കുന്നു. 7:58 നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയും. അപ്പൊ റെഡി ആണെങ്കിൽ ഇനി നമ്മൾ വലിയ വർത്താനമൊന്നുമില്ല. സോ ഇഫ് യു ആർ റെഡി, കമന്റ് ബോക്സിൽ റെഡി സർ എന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. റെഡി സർ എന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ. പീപ്പിൾ, ഇഫ് യു ആർ റെഡി, കമന്റ് ബോക്സിൽ എന്ത് പറയണം? സർ റെഡിയാണ് സോ എന്ന് പറയണം. റെഡിയാണോ സർ? റെഡിയാണോ സർ? റെഡി 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 യെസ്. അപ്പൊ നോക്കൂ, നമ്മൾ വലിയ സംസാരമൊന്നും ഇല്ലാതെ തുടങ്ങുവാണ്. നോക്കൂ, നിങ്ങൾക്കറിയാം ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? Thank you, Mr. Secretary General, Your Excellencies, ladies and gentlemen, and distinguished guests. I am honored to be here today. I stand before you not as an expert, but as a concerned citizen, one of the 400,000 people who marched in the streets of New York on Sunday, and the billions of others around the world who want to solve climate crisis. This is how the chapter begins. പക്ഷേ ഈ ചാപ്റ്ററിൽ നോക്കൂ, ഇതൊരു സ്പീച്ച് ആണ്. നിങ്ങൾക്കറിയാം ഇതെന്താണ്? ഇറ്റ്സ് എ സ്പീച്ച്. ഈ പെണ്ണൊന്ന് ചെക്ക് ചെയ്യാവോ? യെസ്, ഇറ്റ്സ് എ സ്പീച്ച്. ഓക്കെ, യെസ്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ സ്പീച്ച്. ആൻഡ് ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഡികാപ്രിയോ എവിടെ ഡെലിവർ ചെയ്തതാണ്? UN ക്ലൈമറ്റ് സമ്മിറ്റ് അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിയിൽ ഡികാപ്രിയോ നടത്തിയൊരു പ്രസംഗമാണ് നിങ്ങൾക്ക് പഠിക്കാനാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് അതുപോലെ പഠിച്ചു വെക്കണ്ട. ഈ സ്പീച്ചിന്റെ ടെക്സ്റ്റ് നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കണ്ട. ഞാൻ പറയുന്ന ഈ 13 പോയിന്റ്സ് കൃത്യമായി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ബസ് കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് 7:58 ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായി പിടിച്ചോളൂ. നോക്കിക്കോളെ. പോയിന്റ് നമ്പർ 1, DiCaprio begins his speech by addressing the whole gathering. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് പറയും ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെങ്കിൽ ഞാൻ എന്ത് പറയും? ഞാൻ അതിനൊരു സ്റ്റാർ ഇടും. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 2004 അല്ലെ 2004 UN ക്ലൈമറ്റ് സമ്മിറ്റിലാണ് ലിയാനാർഡോ ഡികാപ്രിയോ ഈ സ്പീച്ച് ഡെലിവർ ചെയ്തത്, ഈ സ്പീച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോ ഡികാപ്രിയോ ബിഗിൻസ് സ്പീച്ച്, അദ്ദേഹത്തിന്റെ സ്പീച്ച് ആരംഭിക്കുന്നത് ബൈ അഡ്രസ്സിങ് അല്ലെ? അവിടെ കൂടി നിന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്തിട്ടാണ്? അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടാണ്, അവരെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ദ ഹോൾ ഗാദറിങ്. അവിടുത്തെ മുഴുവൻ ഗാദറിങ്ങിനെയും അവിടെ കൂടി നിന്ന മുഴുവൻ ആളുകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അല്ലെ? ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എന്ത് തുടങ്ങുന്നത്? ഈ സ്പീച്ച് തുടങ്ങുന്നത്. സോ ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റിൽ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓരോ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡികാപ്രിയോ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ സ്പീച്ച് തുടങ്ങുന്നത്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് നോക്കണേ. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ അല്ല. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നിങ്ങളൊന്ന് ചുമ്മാ മനസ്സിലാക്കി വെക്കുക. എന്താ? He declares that
അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്താ സാർ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ? ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ പ്രഖ്യാപിക്കാന്ന് അല്ലേ? ഒന്നും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇത് യൂസ്ഫുൾ ആവണ്ടേ? എന്താണ് ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ? പ്രഖ്യാപിക്കുക എന്നാണ്. ഹി ഡിക്ലെയർസ് ദാറ്റ് ഹി ഈസ് നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. നോക്കൂ, ഡികാപ്രിയോ പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരായിട്ടല്ല, ക്ലൈമറ്റ് ചേഞ്ചിലെ ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല, അല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസിലെ എക്സ്പേർട്ട് ആയിട്ടല്ല. ഐ ആം എൻ ആക്ടർ and I pretend for a living. ഞാനൊരു ആക്ടറാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആളാണ്. ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തല്ല സാർ, എക്സ്പേർട്ട് അല്ല, ഒരു അഗ്രഗണ്യനൊന്നുമല്ല. പിന്നെയോ റാദർ, പിന്നെ എങ്ങനെയാണ്? ഹി ഈസ് എ റെപ്രസെന്റേറ്റീവ് അല്ലേ? ഡികാപ്രിയോ അവിടെ നിൽക്കുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. ഡികാപ്രിയോ അവിടെ നിൽക്കുന്നത് ഒരു പ്രതിനിധി ആയിട്ടാണ്. എന്താണ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രതിനിധി ആയിട്ടാണ്. ആരുടെ പ്രതിനിധി ആയിട്ടാണ്? ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഈ ലോകത്തിന് ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധിയാണ്. എങ്ങനത്തെ ലക്ഷക്കണക്കിന് ആളുകള്? ഹു വാണ്ട്സ് ടു സോൾവ് ക്ലൈമറ്റ് ക്രൈസിസ്. നോക്കൂ, ക്ലൈമറ്റ് ക്രൈസിസ് ഈസ് എ റിയാലിറ്റി. ക്ലൈമറ്റ് ക്രൈസിസ് ഈസ് എ റിയാലിറ്റി. ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്, കാലാവസ്ഥ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അല്ലെ? ക്രൈസിസിന്റെ മലയാളം എന്താണ്? വാട്ട് ഈസ് ദ മലയാളം ഫോർ ക്രൈസിസ്? ഒന്ന് കമന്റ് ബോക്സിൽ പറയാമോ? ക്രൈസിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മലയാളം എന്താ? കാലാവസ്ഥ ക്രൈസിസ് എന്നല്ലേ സാറ് പറഞ്ഞത്? എന്താണ് ഈ ക്രൈസിസിന്റെ മലയാളം? സിമ്പിൾ ആണ്. ക്രൈസിസ് എന്ന് പറഞ്ഞ മലയാളം എന്താണ്? പ്രതിസന്ധി എന്നാണ്, എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നാണ്. സോ ക്ലൈമറ്റ് ക്രൈസിസ്, കാലാവസ്ഥ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു റിയാലിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ്. അത് എന്ത് ചെയ്യണം? അത് അഡ്രസ് ചെയ്യപ്പെടണം, അഭിസംബോധന ചെയ്യപ്പെടണം. പക്ഷേ ആളുകൾ അത് അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ചെയ്യണം, കാലാവസ്ഥാ പ്രതിസന്ധി സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആൻഡ് ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ആസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദോസ് പീപ്പിൾ. ആ ആളുകളുടെ പ്രതിനിധിയായിട്ടാണ്, റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ക്ലൈമറ്റ് ക്രൈസിസിൽ വലിയ സൂപ്പർ ആളായിട്ടൊന്നുമല്ല. ഞാൻ അവരുടെ പ്രതിനിധിയാണ്, ഞാൻ അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ആരുടെ? മില്യൺസ് ഓഫ് പീപ്പിൾ ഹു വാണ്ട്സ് ടു സോൾവ് ക്ലൈമറ്റ് ക്രൈസിസ്. രണ്ടാമത്തെ പോയിന്റും ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റിലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. മൂന്നാമത്തെ പോയിന്റ് കേട്ടോളെ. മൂന്നാമത്തെ പോയിന്റ്, ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതൊന്ന് സ്റ്റാർ ചെയ്ത് വെക്കണം. ഓക്കെ, എന്താണ് പോയിന്റ് നോക്കിക്കോളെ. ദ മാൻകൈൻഡ്. എന്താണ് മാൻകൈൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മനുഷ്യന്മാർ, ഞാനും നീയൊക്കെ ഉൾപ്പെടുന്ന സാധനമാണെന്ത്? മാൻകൈൻഡ്, മനുഷ്യകുലം. ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മാൻകൈൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ. ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ. നോക്കൂ, ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റിയൽ എന്നാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് റിയൽ എന്നാണ്, കെട്ടുകഥ എന്നാണ്. സോ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ക്ലൈമറ്റ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ പൊതുവെ ക്ലൈമറ്റ് ചേഞ്ചിനെ എന്തായിട്ട് കണക്കാക്കുന്നു? ഒരു കെട്ടുകഥയായിട്ട് കണക്കാക്കുന്നു. എന്തായിട്ട് കണക്കാക്കുന്നു? കെട്ടുകഥയായിട്ട് കണക്കാക്കുന്നു. ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. നോക്കൂ, ദ മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്. മനുഷ്യന്മാരെ ക്ലൈമറ്റ് ചേഞ്ചിനെ നോക്കിക്കാണുന്നത് എന്തായിട്ടാണ്? ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ. എന്തായിട്ടാണ് സാറേ? അതൊരു ഫിക്ഷൻ ആണ്, ഒരു കെട്ടുകഥയാണ്. റിയൽ ആണ് എന്ന് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോഴും കുറേ മനുഷ്യന്മാര് അവരുടെ കണ്ണും കാതുകളും അടച്ച് ഇല്ല, ക്ലൈമറ്റ് ക്രൈസിസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദർ. കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. ബട്ട് വി ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. നമ്മൾ ആ ഫാക്ട്, ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല, കണ്ടില്ല എന്ന് നമ്മൾ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ പ്രിറ്റൻഡിങ് ദാറ്റ്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വി ആർ പ്രിറ്റൻഡിങ്. നടിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? വി ആർ പ്രിറ്റൻഡിങ് ദാറ്റ്. ഇതൊക്കെ എഴുതി വെച്ചോളേ എൻ്റെ മക്കൾ. വി ആർ പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഫിക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. വി ആർ പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഫിക്ഷൻ. ഇത്രയും കാര്യങ്ങൾ മക്കളെ, എൻ്റെ താളത്തിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്നൊരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ മാത്രം റെഡ് ഹാർട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, റെഡി? യെസ്. നാലാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു വരികയാണ് കേട്ടോ. നാലാമത്തെ പോയിന്റ്, ഡികാപ്രിയോ asserts that. അല്ലെ, ഡികാപ്രിയോ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കണം കേട്ടോ.
എന്താണ് അസേർട്സ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ഊന്നി പറയുക എന്നാണ്, ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുക, ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്ത് പറയുക. ഡികാപ്രിയോ എന്ത് ചെയ്യുന്നു? ഡികാപ്രിയോ ഊന്നി പറയുന്നു. ഡികാപ്രിയോ എന്ത് ചെയ്യുന്നു? ഊന്നി പറയുന്നു. എന്ത് ഊന്നി പറയുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്ത നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. നിങ്ങൾക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത. എന്താണ് അൺഡിനയബിൾ എന്ന് പറഞ്ഞാൽ? അൺഡിനയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്കൊരിക്കലും നിരസിക്കാൻ പറ്റാത്ത, നിങ്ങൾക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ പറഞ്ഞോ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഫിക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ റിയാലിറ്റി. പക്ഷെ ഡികാപ്രിയോ പറയുന്നു, മക്കളെ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റാത്ത അൺഡിനയബിൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ഡികാപ്രിയോ വീണ്ടും പറയുന്നു. ആൻഡ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. പഠിച്ചു വെച്ചോളെ. ക്ലൈമറ്റ് ചേഞ്ച് ഡികാപ്രിയോ അസേർട്സ് ദാറ്റ്. ഡികാപ്രിയോ ഊന്നി പറയുന്നു. എന്ത് പറയുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അൺഡിനയബിൾ റിയാലിറ്റി. ഇനി നോക്കിക്കോ അഞ്ചാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ പോയിന്റ്? നോക്കൂ. ഇന്റൻസ് ഡ്രോട്ട്സ്, തീവ്രമായിട്ടുള്ള വരൾച്ച. ഇന്റൻസ് ഡ്രോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പീരീഡ് ഓഫ് ലോ റെയിൻഫോൾ എന്നാണ് ഡ്രോട്ടിന്റെ അർത്ഥം. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പീരീഡ് ഓഫ് ലോ റെയിൻഫോൾ എന്നാണ്, മഴ കിട്ടാത്ത ഒരു പീരീഡ്. അത് നമ്മൾ വരൾച്ച എന്നാണ് പറയാ. സോ ഇന്റൻസ് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രമായ വരൾച്ച. പിന്നെയോ വാർമിംഗ് ഓഷ്യൻസ്, അല്ലെ? നമ്മുടെ കടലുകള്, നമ്മുടെ സമുദ്രങ്ങള്, ഓഷ്യൻസ് ഒക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വാം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ മെൽറ്റിംഗ് ഓഫ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ്. ഗ്രീൻലാൻഡിലെ ഐസ് ഷീറ്റ്സുകളൊക്കെ, ഹിമപാളികളൊക്കെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്റൻസ് ഡ്രോട്ട്സ്, വാർമിംഗ് ഓഷ്യൻസ്, പിന്നെന്താണ്? മെൽറ്റിംഗ് ഓഫ് ഐസ് ഷീറ്റ്സ് ആർ ഈക്വൽ ടു the evidences of accelerated climate change. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ? ഇന്റൻസ് ഡ്രോട്ട്സ്, വാർമിംഗ് ഓഫ് ഓഷ്യൻസ്, പിന്നെയോ മെൽറ്റിംഗ് ഓഫ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ്. ഇതൊക്കെ എന്തിനുള്ള എവിഡൻസ് ആണ്? എന്തിനുള്ള തെളിവാണ്? ഫോർ ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച്. എന്തിനുള്ള തെളിവാണ്? വർദ്ധിച്ചു വരുന്ന, ക്രമാതീതമായി കൂടി വരുന്ന, അതിനാണ് നമ്മൾ ആക്സിലറേറ്റഡ് എന്ന് പറയുക. എന്താണ് ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ? ക്രമാതീതമായി കൂടി വരുന്ന എന്നാണ്. ക്രമാതീതമായി കൂടി വരുന്ന, ആക്സിലറേറ്റഡ്, അല്ലെ? ക്രമാതീതമായി കൂടി വരുന്ന ക്ലൈമറ്റ് ചേഞ്ചിന് എവിഡൻസ് ആണ്, തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്ന് ലിയോനാർഡോ ഡികാപ്രിയോ പറയുന്നു. സോ 5ാമത്തെ പോയിന്റും കൂടെ നമ്മൾ പഠിച്ചു. എന്റെ കൂടെ എഴുതി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. 6ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. നോക്കൂ, സിമ്പിൾ പോയിന്റ് ആണ്, സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, ഡികാപ്രിയോ ഒപ്പൈൻസ് ദാറ്റ്. ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ കുട്ടികൾ പഠിച്ചു വെക്കണേടാ. ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ എന്റെ മക്കൾ പഠിച്ചു വെക്കണേടാ. ഒപ്പൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, നമ്മൾ നേരത്തെ എക്സോട്സ് എന്ന് പറഞ്ഞു, ഊന്നി പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ വേറെ വേർഡ് ഉപയോഗിക്കുകയാണ്, ഒപ്പൈൻസ്. എന്താണ് ഒപ്പൈൻസ്? നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ എന്താണ് ഒപ്പൈൻസ് എന്ന് പറഞ്ഞാൽ? അഭിപ്രായപ്പെടുന്നു എന്നാണ്. ഡികാപ്രിയോ ഒപ്പൈൻസ്. ഡികാപ്രിയോ അഭിപ്രായപ്പെടുന്നു. എന്താ? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ്. അതാണ് ഈ മാൻകൈൻഡിന്റെ, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി. ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി, സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ്, അല്ലെ? ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് എന്തല്ല? നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് സെക്യൂരിറ്റി ത്രെട്ടുകൾ ഉണ്ടാവും. ചില ആളുകൾ പറയും അത് ടെററിസമാണ്, തീവ്രവാദമാണ് എന്ന് പറയും. ചില ആളുകൾ പറയും അത് മാൽന്യൂട്രീഷൻ ആണ് എന്ന് പറയും. ചില ആളുകൾ പറയും അത് വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് പറയും. പക്ഷേ ലിയോനാർഡോ ഡികാപ്രിയോ പറയുന്നു, ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി, സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെട്ട്, അത് വേറൊന്നുമല്ല സാറേ. അതെന്താണ് സാറേ? അത് ക്ലൈമറ്റ് ചേഞ്ച് ആണ് എന്ന് ഡികാപ്രിയോ നിങ്ങളോട് അഭിപ്രായപ്പെടുന്നു. മക്കളെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? 6 പോയിന്റ്സ് ക്ലിയർ ആയോടാ? 6 പോയിന്റ്സ് ക്ലിയർ ആയ ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേടാ. ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാത്ത ആളുകൾ, ഓക്കെ, ക്ലിയർ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ക്ലിയർ ആണ് എന്ന് പറയണം. എനിക്ക് നിങ്ങളുടെ കൺഫർമേഷൻ വേണം. കാരണം കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ 9ാം ക്ലാസ്സിൽ ക്ലാസ്
എടുക്കുന്നത്. എനിക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ ചാപ്റ്റർ നിങ്ങൾ ഈ ലൈവ് കഴിയുന്നതോടുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കും. നാച്ചു സാറിനെ വിശ്വസിച്ച് വന്ന നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ലൈവ് കഴിയുന്നതോടെ ഈ ചാപ്റ്റർ ഗംഭീരമായി പഠിക്കുന്നു. ഇപ്പൊ തന്നെ ഓൾറെഡി നിങ്ങൾ പകുതി പഠിച്ചു. ഓക്കെ, യെസ്. ഇനി നോക്കൂ, ഏഴാമത്തെ പോയിന്റ് നോക്കിക്കോളെ. ഹി വോൺസ് us that, അദ്ദേഹം ഇങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് പാരഗ്രാഫിന് 6 മാർക്ക് കിട്ടും കേട്ടോ. ഹി വോൺസ് us that, അദ്ദേഹം നമ്മളെ വോൺ ചെയ്യുന്നു. എന്താ? ദ ഡിസാസ്റ്റർ ഓഫ് ക്ലൈമറ്റ് ക്രൈസിസ്, അല്ലെ? ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന, കാലാവസ്ഥാ പ്രതിസന്ധി എന്ന് പറയുന്ന ദുരന്തം, ഡിസാസ്റ്റർ ഓഫ് ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥാ പ്രതിസന്ധി എന്ന് പറയുന്ന ദുരന്തം ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ ചോയ്സസ്. അത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ചോയ്സിന് അപ്പുറത്തേക്ക്, നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹാസ് ഗ്രോൺ, വളർന്നിട്ടുണ്ട്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം എന്നാണ്. സോ ഹാസ് ഗ്രോൺ ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട്. എന്തിനപ്പുറത്തേക്ക്? ഓഫ് ഇൻഡിവിജ്വൽ ചോയ്സസ്. എന്തിനപ്പുറത്തേക്ക്? ഇൻഡിവിജ്വൽ ചോയ്സസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലെ കറണ്ട്, വൈദ്യുതി വളരെ ഐഡിയലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഇൻകാൻഡസൻ ലാമ്പൊക്കെ മാറ്റിയിട്ട് LED ബൾബ് വെക്കും എന്നൊന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെട്രോൾ കാർ മാറ്റിയിട്ട് ഇലക്ട്രിക് കാർ ആക്കും എന്നൊന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് മാറാൻ പോകുന്നില്ല. കാരണം ആ സ്റ്റേജ് ഒക്കെ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗ്രോൺ ബിയോണ്ട് ഇൻഡിവിജ്വൽ ചോയ്സസ്. അപ്പോൾ ഡികാപ്രിയോ പറയുന്നു, ഹി ഏർജസ്. എന്താണ്? ഹി ഏർജസ്. മക്കളെ, ഈ വേർഡ് നിങ്ങൾ പല സ്ഥലത്തും കാണും കേട്ടോ. ഏർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുന്നു എന്നാണ്. എന്താണ്? പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിൽ സ്ട്രോങ്ലി എൻകറേജ് എന്നാണ്. എന്താണ്? ഏർജ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി എൻകറേജ് എന്നാണ്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. നോക്കൂ, ഹി ഏർജസ് ദ ഗവൺമെന്റ്സ്. അദ്ദേഹം ഈ ഗവൺമെന്റുകളെ, ലോകത്തിൽ മുഴുവനുള്ള ഗവൺമെന്റുകളെയും എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. ആൻഡ് ഇൻഡസ്ട്രീസ്, ആരെയും കൂടെ പ്രേരിപ്പിക്കുന്നുണ്ട്? ഇൻഡസ്ട്രീസിനെ, അല്ലെ? വ്യവസായികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എറൗണ്ട് ദ വേൾഡ് ടു ടേക്ക് ലാർജ് സ്കെയിൽ ആക്ഷൻസ്. നോക്കൂ, എന്തെടുക്കണം? ലാർജ് സ്കെയിൽ ആക്ഷൻസ് എടുക്കണം, വലിയ തീരുമാനങ്ങൾ എടുക്കണം. അല്ലാതെ ഞാനോ നിങ്ങളോ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ you cannot solve climate crisis because it has grown beyond that. അത് അത്രമേൽ വലിയൊരു സ്കെയിലിലേക്ക് വളർന്നിട്ടുണ്ട്. ഇനി ആർക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ? പറ, കമന്റ് ബോക്സിൽ പറ. ഈ ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ചെയ്യണമെങ്കിൽ ആര് തീരുമാനിക്കണം എന്നാണ് ഡികാപ്രിയോ പറയുന്നത്? 2 പേർക്കേ നടക്കുകയുള്ളൂ. ഒന്ന്, ഈ ലോകത്തിലെ ഗവൺമെന്റ്സ് മൊത്തം തീരുമാനിക്കണം. ഈ ലോകത്തിലെ മുഴുവൻ ഗവൺമെന്റുകളും തീരുമാനിക്കണം, ഭരണകൂടങ്ങളും തീരുമാനിക്കണം. 2, ഈ ലോകത്തിലെ ഇൻഡസ്ട്രീസ്, വ്യവസായികൾ തീരുമാനിക്കണം. അവർ വലിയ സ്കെയിലിലുള്ള ആക്ഷൻ, ലാർജ് സ്കെയിൽ ആക്ഷൻ എടുത്താൽ മാത്രമേ യു ക്യാൻ സോൾവ് ദ ഡിസാസ്റ്റർ ഓഫ് ക്ലൈമറ്റ് ക്രൈസിസ്. സർ, മനസ്സിലായോ സാറേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ സാറേ? കുറെ പേര് നാച്ചു സാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. യെസ്, നോക്കൂ, ശ്രദ്ധിക്കണേ. 8ാമത്തെ പോയിന്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡികാപ്രിയോ urges the governments of the world. This is a very important point. ചിലപ്പോ സ്കൂളിൽ എടുത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത പോയൊരു പോയിന്റ് ആണ്. ഡികാപ്രിയോ urges the governments of the world. ഡികാപ്രിയോ ഈ ലോകത്തിലെ ഭരണകൂടങ്ങളോട്, ഗവൺമെന്റുകളോട് urge ചെയ്യുന്നു, അവരെ പ്രേരിപ്പിക്കുന്നു, അവരെ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നു. എന്താ? വേൾഡ് നാഷൻസ് എന്തിനാണ്? ടു eliminate undeserving subsidies and free rides given to industrial polluters. നോക്കൂ, ഇൻഡസ്ട്രീസിനെ അല്ലെ, വ്യവസായങ്ങളെ ലിയാനാർഡോ ഡികാപ്രിയോ വിളിക്കുന്നത് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യവസായങ്ങളൊക്കെ ഈ ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട്. സോ ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സിന് നിങ്ങൾ എന്തു കൊടുക്കരുത്? നിങ്ങൾ സബ്സിഡീസ് കൊടുക്കരുത്. നിങ്ങൾ എന്ത് കൊടുക്കരുത്? നിങ്ങൾ സബ്സിഡീസ് കൊടുക്കരുത്. നിങ്ങൾ എന്ത് കൊടുക്കരുത്? അവർക്ക് ടാക്സ് റിഡക്ഷൻ അല്ലെങ്കിൽ ഫ്രീ റൈറ്റ്സ് കൊടുക്കരുത്. അല്ലെ, ഫ്രീ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഫ്രീ റൈറ്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ടാക്സ് റിഡക്ഷൻ എന്നാണ്. എന്താണ്
ടാക്സ് റിഡക്ഷൻ ആണെന്നാണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ പൊല്യൂട്ട് ചെയ്യുന്ന, നമ്മളുടെ ലോകത്ത് പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സിന്, ഈ വ്യവസായികളെ, ഇൻഡസ്ട്രീസിനെ എന്താണ് ഡികാപ്രിയോ വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ആണ്. അവർക്ക് എന്ത് കൊടുക്കരുത്? അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കരുത്, സബ്സിഡീസ് കൊടുക്കരുത്, അവർക്ക് ഫ്രീ റൈറ്റ്സ് കൊടുക്കരുത്, അവർക്ക് ടാക്സ് റിഡക്ഷൻ കൊടുക്കരുത്. ബിക്കോസ്, കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. അവര് ലാഭം ഉണ്ടാക്കുന്നത് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അവർ എക്കോസിസ്റ്റം. അവര് ലാഭം ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തെ, എന്താ എക്കോസിസ്റ്റത്തിന് മലയാളം അല്ലെ? നമ്മുടെ എക്കോസിസ്റ്റത്തെ എന്ത് ചെയ്തിട്ടാണ്? പൊല്യൂട്ട് ചെയ്തിട്ടാണ്. ആ എക്സ്പെൻസിൽ, അതിന്റെ അറ്റ് ദ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ് പൊല്യൂട്ടിംഗ് അവർ എക്കോസിസ്റ്റം. ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ് ഡിസ്റപ്റ്റിംഗ് അവർ എക്കോസിസ്റ്റം. മനസ്സിലായോ സാർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ പോയിന്റ് മനസ്സിലാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് മനസ്സിലായ ആളുകൾ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇടണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഫയർ ഇടണം. ഓക്കെ, യെസ്, ഈ പോയിന്റ് മനസ്സിലായോ? ഡികാപ്രിയോ ഗവൺമെന്റുകളോട് ചെയ്യുന്നു, അവരോട് വാദിക്കുന്നു, അവരോട് പറയുന്നു, എന്താ, നിങ്ങൾ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സിന് 2 minutes ഓൺലി എന്നൊക്കെ പറയുന്നുണ്ട്. ആഷിഫ മോള് 2 minute തരും, പോലീസുകാരന് തെറ്റു പറ്റൂലേ? ഓക്കെ, നോക്കാം. അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സിന്, അല്ലെ, വ്യവസായികൾ എന്ന് പറയുന്ന ഈ ലോകത്തെ പൊല്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കരുത്? നിങ്ങൾ സബ്സിഡീസ് കൊടുക്കരുത്, നിങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കരുത്, നിങ്ങൾ ഫ്രീ റൈറ്റ്സ് കൊടുക്കരുത്, നിങ്ങൾ ടാക്സ് റിഡക്ഷൻ കൊടുക്കരുത്. ബിക്കോസ് ദേ ആർ പൊല്യൂട്ടിംഗ്, ദേ ആർ ഡിസ്ട്രോയിങ് അവർ എക്കോസിസ്റ്റം, or they are earning profit at the expense of our ecosystem. Yes, comment box അങ്ങനെ നിന്ന് കത്തട്ടെ. അവര് എന്ത് ചെയ്യുന്നത്? അവര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കോസിസ്റ്റം തകർത്തുകൊണ്ടാണ്. അങ്ങനെ അവരെ വലിയ ആളുകളാവാൻ സമ്മതിക്കണ്ട എന്ന് പറയുന്നു. 9ാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്. നോക്കൂ. He urges the world to use റിന്യൂവബിൾ എനർജി. എന്താണ് അദ്ദേഹം ഈ ലോകത്തോട് എന്ത് ചെയ്യുന്നു? ഏർജ് ചെയ്യുന്നു. എന്തുപയോഗിക്കാൻ വേണ്ടി? റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കൂ, റിന്യൂവബിൾ എനർജി ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുണ്ട്. എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആയിട്ടുള്ള, അല്ലെ, നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന കാറ്റ്, തിരമാല, ഇതൊക്കെ എന്താണ്? റിന്യൂവബിൾ എനർജിയാണ്. ഇതുപോലുള്ള റിന്യൂവബിൾ എനർജി നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി അവൈലബിൾ ബട്ട് എ ഗുഡ് എക്കണോമിക് പോളിസി. കാരണം അത് അബൻഡന്റ് ആയിട്ട് അവൈലബിൾ ആണ് എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്, അത് ഒരു നല്ല എക്കണോമിക് പോളിസി കൂടിയാണ്, അതൊരു സാമ്പത്തിക പോളിസി കൂടെയാണ്. 9 പോയിന്റ് ക്ലിയർ ആയോ സർ? നിങ്ങളോട് എന്ത് ഉപയോഗിക്കണം എന്നാണ് ഡികാപ്രിയോ ചെയ്യുന്നത്? റിന്യൂവബിൾ എനർജി. കാരണം എന്താണ്? അത് അവൈലബിൾ ആണ് എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്, അതൊരു ഗുഡ് എക്കണോമിക് പോളിസി കൂടെയാണ്. എന്താണ്? അതൊരു ഗുഡ് എക്കണോമിക് പോളിസി കൂടെയാണ്. 10ാമത്തെ പോയിന്റ്. DiCaprio says that he is not a representative of any political parties. അല്ലെ, പാർട്ടീസൺ ഡിബേറ്റ് എന്നാ പറയുന്നത്. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും, ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയും എന്തല്ല, റെപ്രസെന്റേറ്റീവ് അല്ല, പ്രതിനിധിയല്ല. പിന്നെ ഞാൻ ആരാണ് സാർ? ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഹോൾ ഹ്യൂമാനിറ്റി. ഞാൻ ഈ മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും, ഞാൻ ഈ മുഴുവൻ മനുഷ്യന്മാരുടെയും എന്താണ്? റെപ്രസെന്റേറ്റീവ് ആണ്. ഐ ആം നോട്ട് standing here as the representative of a particular political party, rather I am representing the whole humanity. 11ാമത്തെ പോയിന്റ് നോക്കൂ. He opines that, അദ്ദേഹം അഭിപ്രായപ്പെടുന്നു, എന്ത്? ക്ലിയർ വാട്ടർ, അല്ലെ, ക്ലിയർ വാട്ടർ ആൻഡ് ലിവബിൾ ക്ലൈമറ്റ്. 2 കാര്യങ്ങളാണ്. എന്താണ്? ക്ലിയർ വാട്ടർ, പിന്നെ എയർ എന്ന് പറയുന്നുണ്ട്, അല്ലെ. ക്ലിയർ വാട്ടർ ആൻഡ് ലിവബിൾ ക്ലൈമറ്റ് ആർ ഇൻഏലിയനബിൾ ഹ്യൂമൻ റൈറ്റ്സ്, അൺഅവോയ്ഡബിൾ ഹ്യൂമൻ റൈറ്റ്സ്. നോക്കൂ, ഏലിയനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏലിയനേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒഴിവാക്കാനാവാത്ത എന്നാണ്. അൺഅവോയ്ഡബിൾ എന്നാണ്. എന്താണ്? ഒഴിവാക്കാനാവാത്ത. സോ എന്താണ് ഇൻഏലിയനബിൾ എന്ന് പറഞ്ഞാൽ? ഒഴിവാക്കാനാവാത്ത ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അല്ലെ. നല്ല വായു, നല്ല വെള്ളം, ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം, ഇതൊക്കെ നിങ്ങളുടെ റൈറ്റ്സ് ആണ്, നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവകാശങ്ങളാണ്. പഠിച്ചു വെച്ചോ സാർ. ഇൻഏലിയബിൾ ഹ്യൂമൻ റൈറ്റ്സ് പഠിച്ചു വെച്ചോ സാർ. 12ാമത്തെ പോയിന്റ്. He asserts that, അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, അസേർട്ട് ചെയ്യുന്നു. എന്ത് പറയുന്നു?
എന്താ സാർ പറയുന്നത് ഹ്യൂമൻ ബീയിങ് ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ വാൻഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് അവർ പ്ലാനറ്റ്. അല്ലേ, നമ്മുടെ പ്ലാനറ്റിനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാനറ്റിനെ ആളുകൾ തകർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ, മനുഷ്യന്മാർ തന്നെ ഏറ്റെടുക്കണം. എന്താണ് വാൻഡൻ എന്ന് പറഞ്ഞാൽ? അൺകൺട്രോളബിൾ എന്നാണ്. ഓക്കെ, അനിയന്ത്രിതമായ എന്നാണ്. എന്താണ്? അനിയന്ത്രിതമായ എന്നാണ്. ഓക്കെ, സോ ഈ ലോകത്തിന്റെ, ഈ പ്ലാനറ്റിന്റെ, നമ്മുടെ ഭൂമിയുടെ വാൻഡൻ ഡിസ്ട്രക്ഷൻ, അൺകൺട്രോളബിൾ ഡിസ്ട്രക്ഷൻ, അനിയന്ത്രിതമായ എന്ത് ഡിസ്ട്രക്ഷൻ, തകർച്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾ മനുഷ്യന്മാര്, നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്ന് ഡികാപ്രിയോ പറയുന്നു. മക്കളെ, ഇത്രയും പോയിന്റ് ക്ലിയർ ആണെങ്കിൽ 13ാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകുന്നു. 13ാമത്തെ പോയിന്റ് കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ 1-2 ഡിസ്കോഴ്സുകൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതോട് യെസ് സർ, ടൈം ആയി സർ, കഴിഞ്ഞു സർ, ചാപ്റ്റർ കഴിഞ്ഞു സർ. ഒന്ന് പറഞ്ഞേ, റെഡിയാണോ? ലാസ്റ്റ് പോയിന്റ് റെഡിയാണോ? ഐ യു റെഡി ഫോർ പോയിന്റ് നമ്പർ 13? നമ്മള് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചൊരു ചാപ്റ്റർ, ഇത്രയും കാലം ഇതൊക്കെ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് വിചാരിച്ചൊരു ചാപ്റ്റർ നമ്മൾ 13 പോയിന്റ്സിൽ പഠിക്കുന്നു. ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായി എഴുതി പഠിച്ചിട്ടുണ്ട്. റെഡി ആണെങ്കിൽ 13ാമത്തെ പോയിന്റ് പിടിച്ചോളൂ സാർ. ഇതാണ് 13ാമത്തെ പോയിന്റ്. നോക്കൂ, സിമ്പിൾ ആണ്. He reminds the world leaders that അദ്ദേഹം ലോക നേതാക്കളെ എന്ത് ചെയ്യുന്നു? റിമൈൻഡ് ചെയ്യുന്നു സാറേ, റിമൈൻഡ് ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുന്നു. എന്ത് ഓർമ്മിപ്പിക്കുന്നു? ഇറ്റ് ഈസ് ഹൈ ടൈം ടു ടേക്ക് ആക്ഷൻസ്. ഇത് ആക്ഷൻസ് എടുക്കാനുള്ള, നടപടികൾ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ടു സോൾവ് ദ ക്ലൈമറ്റ് ക്രൈസിസ്. അല്ലെ, ഈ കാലാവസ്ഥാ പ്രതിസന്ധി, ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ലോക നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. ഈ 13 പോയിന്റ്സ് കൃത്യമായി എഴുതി പഠിക്കുക. നിങ്ങളോട് 6 മാർക്കിന് ചോദിക്കുന്ന പാരഗ്രാഫിന് ഇതങ്ങ് വെച്ച് കാച്ചുക, 6 മാർക്ക് നേടുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, റെഡി ആണോ സർ? മനസ്സിലായോ സർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഒറ്റ ക്ലാപ്പ് ഇടാം. ഈ മുഴുവൻ ആളുകളും ഓരോ ക്ലാപ്പ് വെച്ചിടാവും, മനസ്സിലായെങ്കിൽ മാത്രം. 13 പോയിന്റ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? പഠിച്ചു. നോക്കൂ, എന്തുകൊണ്ട് സാറ് പറഞ്ഞ സമയത്തുനിന്ന് സാർ എത്ര മിനിറ്റ് അധികം എടുത്തു സാർ? സാറ് പറഞ്ഞ സമയം 7:58 സാർ. 8:03 സാർ. 5 മിനിറ്റ് സാർ അധികം എടുത്തു സാർ. സോറി സാർ, 5 മിനിറ്റ് അല്ലേ സാർ? സോറി സാർ. പക്ഷെ കാര്യം മനസ്സിലായോ? നോക്കൂ, 13 പോയിന്റ്സ്, ഓരോ പോയിന്റ്സിലെയും ഓരോ വേർഡ്സും ഞാൻ പറഞ്ഞു, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി സ്ലൈഡ് കൂടെ കിട്ടുന്ന സമയത്ത് എൻ്റെ എക്സ്പ്ലനേഷൻ ഒരു തവണ കൂടി ഈ വീഡിയോ കാണുന്നു. ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി എഴുതി വെക്കുന്നു. പരിപാടി കഴിഞ്ഞു. ഓക്കെ, യെസ്. സോ നോക്കൂ, താങ്ക് യു ഫോർ ദ അപ്രീസിയേഷൻ. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഈ ലൈവിൽ വന്നത്? ഈ ലൈവ് നിങ്ങൾക്ക് അങ്ങേയറ്റം യൂസ്ഫുൾ ആവണം. നമ്മൾ വെറും 25 മിനിറ്റ് കൊണ്ടാണ് ഒരു ചാപ്റ്റർ പഠിച്ചത്, വിത്ത് ഡീറ്റെയിൽസ്. ഓക്കെ, വിത്ത് ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ കുറച്ച് നേരം കൂടി നിൽക്കുക, 1 മണിക്കൂറും ഞാൻ എടുക്കില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് കൂടെ തരാം. 5 മിനിറ്റ് കൊണ്ട്, ഇതൊക്കെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് പോകേണ്ട സാധനമാണ്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് തരാം? 5 മാർക്ക് തരാം. റെഡി ആണെന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞ്, റെഡി ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് റെഡി ആണെന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് 5 മാർക്ക് തരാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ, യൂസ്ഫുൾ ആയിരുന്നോ, നാച്ചു സാറിന്റെ ക്ലാസ് പ്രൊഡക്റ്റീവ് ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾ പറയണം. ഓക്കെ, റെഡി സാർ? കഴിഞ്ഞിട്ടില്ല സാർ, നോക്കിക്കോളെ സാർ, കൃത്യമായിട്ട് കേട്ടോളെ സാർ. ഐ ആം ഗോയിങ് ടു ഗിവ് യു 5 marks in 5 minutes. That's my offer. Okay, നേരത്തെ 5 മിനിറ്റ് അല്ലേ, നിങ്ങൾ ശ്രമിക്കേ. നോക്കൂ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇമാജിൻ യു ആർ എ ജേർണലിസ്റ്റ് ഓഫ് എ ലീഡിംഗ് ഡെയിലി. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾ ലിയാനാർഡോ ഡികാപ്രിയോ ഇന്റർവ്യൂ ചെയ്യാണ് എന്ന് വിചാരിക്കൂ. എന്തിനെ കുറിച്ചാണ്? എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നു. പ്രിപ്പയർ 6 questions. ഇത് 5 അല്ല, ആക്ച്വലി എത്ര മാർക്കാണ്? 6 മാർക്കാണ്. നിങ്ങൾ 6 ചോദ്യം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഓരോ മാർക്ക് കിട്ടും. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഈസ് എ പൊട്ടൻഷ്യൽ ഡിസ്കോഴ്സ് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സാർ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ടല്ലോ സാർ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹലോ ലിയാനാർഡോ ഡികാപ്രിയോ, ഹൗ ആർ യു? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മൂവി?
Which is your latest movie? Hello, Leonardo DiCaprio. Who is your favorite actor? Mammootty or Mohanlal? ഇമ്മാതിരി ചോദ്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you won't get marks. This question has deliberately included in your question paper because they want to see whether you have gone through the textbook or not. ഈ ചോദ്യ പേപ്പറിൽ വരാനുള്ള കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ DiCaprioയോട് ചോദിക്കാൻ എനിക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള 6 ചോദ്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. How did you get a chance to speak in the UN Assembly? How did you get a chance to speak in the UN Assembly? അതൊരു ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നാലും നമുക്കറിയാലോ ഈ ചാപ്റ്ററിൽ UN അസംബ്ലിയിലാണ് പ്രസംഗിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തുന്നു. എങ്ങനെയാണ് UN അസംബ്ലിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത്? ഇത് ഇന്റർവ്യൂ ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. യു ഡു നോട്ട് ഹാവ് ടു റൈറ്റ് ദ ആൻസേഴ്സ്. നിങ്ങൾ ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല, ചോദ്യം മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, വൈ ആർ യു സോ ഇൻട്രസ്റ്റഡ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്? നല്ല ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു ആക്ടറാണ്, യു ആർ ആൻ ആക്ടർ അല്ലേ? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത്രയും തൽപരനായിട്ടുള്ളത്? നിങ്ങളൊരു ആക്ടർ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ. പക്ഷേ നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. വൈ? മൂന്നാമത്തെ ചോദ്യം, what is the use of eliminating government subsidies for coal, gas and oil companies? എന്തൊരു ഗംഭീരമായ ചോദ്യമാണത്. കാരണം എന്താ? ടെക്സ്റ്റ് ബുക്ക് വായിച്ചോളൂ മാത്രമേ ആ ചോദ്യം എഴുതുള്ളൂ. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ യൂസ് ഓഫ്, എന്താണ് ആവശ്യം? എന്ത്? എലിമിനേറ്റിംഗ്, ഒഴിവാക്കുക. ഗവൺമെന്റ് സബ്സിഡീസ്, ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം ആർക്ക്? കോളിനും ഗ്യാസിനും ഓയിൽ കമ്പനീസിനൊക്കെ നിങ്ങൾ ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ സർ കാരണം? അടുത്ത ചോദ്യം, വൈ ഡു യു സേ ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് റിന്യൂവബിൾ എനർജി ഈസ് ഗുഡ് എക്കണോമിക് പോളിസി? ദൈവം സഹായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഉത്തരം എഴുതണ്ട, ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. എന്താ ചോദ്യം? എന്തുകൊണ്ടാണ് റിന്യൂവബിൾ എനർജി നല്ലൊരു എക്കണോമിക് പോളിസിയാണ് എന്ന് നിങ്ങൾ പറയുന്നത്? അടുത്ത ചോദ്യം, ഡു യു തിങ്ക്? നോക്കൂ, സാധാരണഗതിയിൽ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ത് ചേർക്കാറില്ല, yes or no ക്വസ്റ്റ്യൻ എഴുതാറില്ല. എന്നാലും ഒറ്റ ക്വസ്റ്റ്യൻ നോക്കൂ. ഡു യു തിങ്ക് ദാറ്റ് ക്ലീൻ എയർ ആൻഡ് വാട്ടർ വിൽ ബി അവൈലബിൾ ടു ഓൾ ഹ്യൂമൻ ബീങ്സ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്ലീൻ എയറും വാട്ടറും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും അവൈലബിൾ ആവുമെന്ന്? യെസ് എന്നും നോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉത്തരം പറയും. ഓക്കെ, അടുത്തത്, വാട്ട് ഡു യു മീൻ വെൻ യു സേ ദിസ് ഈസ് ദ മോസ്റ്റ് അർജന്റ് ഓഫ് ടൈം? ഇതാണ് ഏറ്റവും പ്രധാനമായ സമയം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ വക ഇനിയിപ്പോൾ ഇതിൽ 6 ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, ഇതൊരു 4 പഠിച്ചു വെച്ചാൽ മതി. ബാക്കി 2 നിങ്ങൾ കൈ തരുന്നു, 6 മാർക്ക് നേടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഓക്കെ, 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. നമ്മൾ എത്ര മാർക്ക് നേടി? 6 മാർക്ക് നേടി. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ ഒരു ഫയർ ഇടോ കമന്റ് ബോക്സിൽ. മനസ്സിലായെങ്കിൽ മതി. ഓക്കെ, മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഫയർ ഇടോ കമന്റ് ബോക്സിൽ. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം നമ്മൾ ഈ ലൈവ് നിർത്താൻ പോവാണ്. 1-2 കാര്യങ്ങൾ, ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ലൈവ് നിർത്താൻ പോവാണ്. യെസ്, നോക്കൂ, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട 6 മാർക്കിന്റെ ചോദ്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോളൂ, ഇതോടെ കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞു. നോക്കൂ, നിങ്ങൾ 7:00 വന്നുള്ളൂ, 8 ആയാലേ ഉള്ളൂ. 8:20 ആകുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് കംപ്ലീറ്റ് ചെയ്യുന്നു. 45 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 10-15 മാർക്ക് നേടി പോകുന്നു. 45 മിനിറ്റ് 15 മാർക്ക്. എത്ര മനോഹരമായ ഇക്വേഷൻ. നോക്കൂ, എപ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ദർ ഈസ് എ വെരി പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫോർ എ ന്യൂസ് പേപ്പർ. ആൻഡ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ആ സ്ട്രക്ചർ ശരിയാക്കുന്നത് കൊണ്ടുകൂടിയാണ്. ചോദ്യം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. നോക്കൂ സർ, Leonardo DiCaprio, the famous Hollywood actor, delivered a speech on climate change at the UN Climate Summit. നോക്കൂ, ലിയാനാർഡോ ഡികാപ്രിയോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഹോളിവുഡ് ആക്ടർ UN ക്ലൈമറ്റ് സമ്മിറ്റിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു പ്രസംഗം അവതരിപ്പിച്ചു. നല്ല കാര്യം. He spoke on the measures we must adopt to prevent the collapse of our ecosystem. നമ്മുടെ എക്കോസിസ്റ്റം തകരാതിരിക്കുന്നതിന് നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നല്ല കാര്യം. The actor's speech was widely reported in newspaper. അദ്ദേഹത്തിന്റെ സ്പീച്ച് ന്യൂസ് പേപ്പറിൽ മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചോദ്യം, റൈറ്റ് ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നിങ്ങളോട് എന്ത് എഴുതാൻ പറയുന്നു? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു. നോക്കൂ, നമ്മള് നേരത്തെ പഠിച്ച 13 പോയിന്റ്സിലെ ഒരു 4-5 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ എന്താവും? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആവും. പക്ഷേ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഞാൻ നിങ്ങളെ 2 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കും. എത്ര മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കും? 2 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കും. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും പഠിപ്പിക്കും. അസ്സലാമലൈക്കും, വലൈക്കും അസ്സലാം. പരിപാടി കഴിഞ്ഞു. റെഡിയാണോ സർ? ഓക്കെ, റെഡിയാണ്. നോക്കിക്കോളെ.
ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ബോക്സ് ഒക്കെ വരയ്ക്കും. അവസാനം വരച്ചാലും മതി, ആദ്യം തന്നെ വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ആദ്യമേ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഒരു ബോക്സ് വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ഒരു ബോക്സ് വരയ്ക്കുന്നു. ഓക്കെ, ഇതൊന്ന് ഞാൻ ഫിൽ കളർ ഒഴിവാക്കട്ടെ. യെസ്, ഫിൽ കളർ വേണം. ഓക്കെ, ആദ്യം ഞാൻ റെഡിയാണേ ഞാൻ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് നിങ്ങൾ അവസാനം വരയ്ക്കാവുള്ളൂ, കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ എപ്പോഴാണ് ഇത് തീരുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? ഹെഡ്ലൈൻ ആണ്. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? ഹെഡ്ലൈൻ ആണ്, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് എഴുതുന്നത് എന്താണ്? ഹെഡ്ലൈൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് ബൈ ലൈൻ എന്നാണ്. എന്താണ്? ബൈ ലൈൻ എന്നാണ്. അതാണ് എത്രാമത്തെ സ്റ്റെപ്പ്? രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നോക്കിക്കോളെ. മൂന്നാമത്തെ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് ഡേറ്റ് ലൈൻ എന്നാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് എന്താണ്? ഡേറ്റ് ലൈൻ എന്നാണ്. എഴുതി വെച്ചോളെ, എവിടെയെങ്കിലും എഴുതി വെച്ചോളെ. നാലാമത്തെ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് പ്ലേസ് ലൈൻ എന്നാണ്. നാലാമത്തെ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് എന്താണ്? പ്ലേസ് ലൈൻ എന്നാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേ സാധനം എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എഴുതേണ്ട സാധനത്തിന്റെ പേരെന്താണ്? ഹെഡ്ലൈൻ എന്നാണ്. ആദ്യം എഴുതേണ്ട നമ്പർ 1 ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ക്യാച്ചി ആയിട്ടുള്ള, കൺസൈസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് എഴുതുന്നു. അപ്പൊ ഞാൻ എന്ത് എഴുതുന്നു? DiCaprio സ്പീക്സ്. എന്താണ്? DiCaprio സ്പീക്സ് അറ്റ് ദ UN ക്ലൈമറ്റ് സബ്മിറ്റ്. DiCaprio UN ക്ലൈമറ്റ് സബ്മിറ്റിൽ എന്ത് ചെയ്തു? സംസാരിച്ചു എന്നൊരു ഹെഡിങ് ഞാൻ കൊടുക്കുന്നു. നോക്കിക്കോ, DiCaprio സ്പീക്സ് അറ്റ് ദി UN ക്ലൈമറ്റ് സബ്മിറ്റ്. ഇപ്പൊ എന്തായി? ഹെഡ്ലൈൻ ആയി. ഇപ്പൊ എന്തായി? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇടണേ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇടണേ കമന്റ് ബോക്സിൽ. എല്ലാവരും ഇട്ടോളൂ, മനസ്സിലായാലും എല്ലാവരും ഇട്ടോളൂ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് കൊടുക്കുന്നു? ഹെഡ്ലൈൻ കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ബൈലൈൻ ആണ്. ബൈലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബൈ ഹും ദ ന്യൂസ് ഈസ് റിപ്പോർട്ടഡ്. ആരാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്ന ലൈനെയാണ് ബൈ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അവിടെ ബൈ ലൈനിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതാറുണ്ട്? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതും. എന്തെഴുതും? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതും. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് ഡേറ്റ് ലൈൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡേറ്റ് ലൈൻ ആണ്. എന്താണ് ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റ് ഇടുന്നു അല്ലെ? ഡേറ്റ് ഇടുന്ന സമയത്ത് 24/09/23 ഇമാതിരി പണി കാണിക്കരുത്. ആ ഡേറ്റ് കംപ്ലീറ്റ് ഇട്ടോളാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇട്ടോളാം. അപ്പൊ എന്ത് ചെയ്യുന്നു? 24th സെപ്റ്റംബർ ഏതെങ്കിലും ഒരു റാൻഡം ഇയർ കൊടുക്കുക. 1971 എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്തായി? ഡേറ്റ് ലൈനുമായി. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നാലാമത്തെ സ്റ്റെപ്പ് എന്താ? പ്ലേസ് ലൈൻ ആണ്. നമുക്കറിയാം ഇത് എവിടെയാണ് ഈ സ്പീച്ച് നടന്നത്? ന്യൂയോർക്കിലാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? സ്പീച്ച് നടന്ന സ്ഥലം ന്യൂയോർക്ക് എന്ന് എഴുതുന്നു. ഇനി നോക്കൂ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് സാർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? റെഡി, നോക്കിക്കോളെ. ഇനി ഞാൻ സാധാരണഗതിയിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുക 2 പാരഗ്രാഫുകളിലാണ്. എത്ര പാരഗ്രാഫുകളിലാണ്? 2 പാരഗ്രാഫുകളിലാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ ഞാൻ നടന്ന സംഭവത്തിന്റെ കാര്യം വളരെ ഒന്ന് ചുരുക്കി പറയുന്നു. ആ പാരഗ്രാഫിനെ ഞാൻ ലീഡ് പാരഗ്രാഫ് എന്നാണ് വിളിക്കുക. എന്ത് പാരഗ്രാഫ് എന്നാണ് വിളിക്കുക? ലീഡ് പാരഗ്രാഫ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഞാൻ സംഭവം നടന്ന കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി പറയുന്നു. അതിന് ഞാൻ എന്താ പറയാ? ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയും. എന്ത് പറയും? ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ. സോ നോക്കൂ, ലീഡ് പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത് ആര്, എപ്പോ, എവിടെ, എങ്ങനെ എന്നുള്ള ചോദ്യത്തിനൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്ക് ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. അതിനെയാണ് ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതിനാണ് ബോഡി ഓഫ് ദി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോടാ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് സാർ എന്ന് പറയാമോടെ കമന്റ് ബോക്സിൽ? ക്ലിയർ ആണോ സാർ? ക്ലിയർ ആണ്. നമ്മൾ തീർക്കാൻ പോവാണ്, നമ്മൾ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ ഗംഭീരമായി പഠിച്ച് ഗംഭീരമായി ലൈവ് അവസാനിപ്പിക്കാൻ പോകുന്നു. നോക്കൂ, അപ്പൊ ഞാൻ ആദ്യം ലീഡ് പാരഗ്രാഫ് എഴുതുകയാണ്. നോക്കിക്കോട്ടെ, ബാക്കിയെല്ലാം നമ്മൾ എഴുതി. എന്തെഴുതി? ഇതാ എന്താ? ഹെഡ് ലൈൻ എഴുതി, ബൈ ലൈൻ എഴുതി, ഡേറ്റ് ലൈൻ എഴുതി, പ്ലേസ് ലൈൻ എഴുതി. ഇതൊന്നും നിങ്ങൾ വിടരുതേ പരീക്ഷയ്ക്ക്. നിങ്ങൾ എന്തെങ്കിലും വിട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് പോകും. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം ചുരുക്കി പറയാണ്. നോക്കൂ, ലിയാനാർഡോ ഡികാപ്രിയോ, ദ ഫേമസ് ഹോളിവുഡ് ആക്ടർ ആൻഡ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. ഇത് എൻ്റെ മക്കളൊന്ന് ഓർമ്മിച്ച് വെച്ചോ. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഹോളിവുഡ് ആക്ടർ മാത്രമല്ല, പിന്നെ എന്തുകൂടെയാണ്? എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്, പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഹാസ് പുട്ട് ഫോർവേഡ്, അദ്ദേഹം എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു അല്ലേ? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ആൻ ഐഡിയ എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബ്
നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം, അല്ലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആശയം മുന്നോട്ട് വെച്ചു എന്നാണ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം മുന്നോട്ട് വെച്ചു എന്നാണ്. എന്ത് ആശയമാണ് മുന്നോട്ട് വെച്ചത്? സം മെഷേഴ്സ്, ചില മെഷേഴ്സ്, ചില രീതികൾ. ടു ചെക്ക്, അല്ലെ? ടു ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കൺട്രോൾ. എന്താണ്? ടു കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ചെക്ക് ചെയ്യാൻ, ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനുള്ള ചില മെഷേഴ്സ്, ചില ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എവിടെ? ഇൻ എ സ്പീച്ച് ദാറ്റ് ഡെലിവേർഡ് അറ്റ് ദ UN ക്ലൈമറ്റ് സബ്മിറ്റ്. എപ്പോ? ടുഡേ. എപ്പോ? ടുഡേ. പരിപാടി കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ലീഡ് കഴിഞ്ഞു. ഇനി എന്താ എഴുതേണ്ടത്? ഇനി എന്താണ്? ഇനി എഴുതേണ്ടത് മെയിൻ ബോഡിയാണ്. അവിടെ നിങ്ങൾ കാര്യങ്ങൾ കുറച്ച് നീട്ടി പറയുന്നു. എന്തൊക്കെയാ പറയുന്നത് നോക്കിക്കോ. ഹി ഡിക്ലെയർസ് ദാറ്റ് ഹി ഈസ് നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്, റാദർ ഹി ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് ഹു വാണ്ട്സ് ടു സോൾവ് ക്ലൈമറ്റ് ക്രൈസിസ്. സർ, ഈ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണം ഇതിൽ എന്ത് ചോദ്യം വന്നാലും നമുക്ക് ഇത് എടുത്ത് എഴുതാം. പഠിച്ചതാണെങ്കിൽ റെഡ് ഹാർട്ട് ഇട്ട് കമന്റ് ബോക്സിൽ, പഠിച്ചതാണെങ്കിൽ റെഡ് ഹാർട്ട് ഇട്ട് കമന്റ് ബോക്സിൽ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുന്നു. ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുന്നു. ഇവിടെ ആര് പറഞ്ഞു എന്ന് ചോദ്യത്തിന് നോക്കി ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ കളിയാ. കാരണം നമ്മൾ 13 പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്തങ്ങ് എറിയും നമ്മൾ. പഠിച്ചതല്ലേ സർ, പഠിച്ചതല്ലേ, ഇതല്ലേ അവിടെ എഴുതുന്നത്. പഠിച്ചതാണെങ്കിൽ റെഡ് ഹാർട്ട് ഇട്ട് കമന്റ് ബോക്സിൽ. ഇതിനാണ് നമ്മളിത് പഠിച്ചത്. എന്ത് ചോദിച്ചാലും നമുക്ക് ഇത് വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ സർ, ബ്ലഡി സ്വീറ്റ്, അല്ലേ? നോക്കൂ. അപ്പൊ അത് പഠിച്ചു. അപ്പൊ അത് എഴുതിയേ. ഇനി അടുത്ത പോയിന്റ് എന്താ? He pointed out that intense droughts, warming oceans and melting of Greenland ice sheets are the evidences of accelerated climate change. Sir, പഠിച്ചതല്ലേ sir? ഇതും നമ്മൾ പഠിച്ചതാ. ഇതങ്ങ് എഴുതി കൊടുത്താൽ മതി. എന്താ നമ്മൾ പഠിച്ചതാ? ഇതാ. പിടിച്ചോ. എത്രാമത്തെ പോയിന്റ് എഴുതി വെക്കുക? ഇന്റൻസ് ഡ്രോട്ട്സ്, വാർമിംഗ് ഓഫ് ഓഷ്യൻസ്, മെൽറ്റിംഗ് ഓഫ് ഗ്രീൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്സ് ആർ ദ എവിഡൻസസ് ഓഫ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്ന് നിങ്ങൾ മുമ്പ് ചേർത്താൽ മതി. അപ്പൊ ഹി ഒപ്പൈൻഡ് എഴുതിയാൽ മതി. നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല കേട്ടോ. നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മൾ മാർക്ക് ഉണ്ടാക്കുന്നു, ഫുൾ മാർക്ക് ഉണ്ടാക്കുന്നു. ഇനി നോക്കൂ, ഇതാണ് നമ്മുടെ ട്രിക്ക്. ഇതാണ് നാച്ചു സാറ് പറഞ്ഞ ഐഡിയ. ഇതാണ് നേരത്തെ തുടക്കത്തിൽ നാച്ചു സാറ് പറഞ്ഞ ട്രിക്ക്. നോക്കൂ. And the disaster of the climate crisis has grown beyond individual choices. നേരത്തെ പഠിച്ച പോവേണ്ട. ഇനി എന്ത് എഴുതുന്നു? DiCaprio exhorts the government. DiCaprio ഈ ലോകത്തിലെ ഗവൺമെന്റുകളോട്, ഭരണകൂടങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എന്താണ് എക്സോർട്ട് ചെയ്യുന്നത്? ആഹ്വാനം ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ ഏർജ് എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ആഹ്വാനം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആഹ്വാനം ചെയ്യുന്നു. എന്ത്? Governments of the world nations to eliminate undeserving subsidies and free rides given to the industrial polluters because they are making profit at the expense of our ecosystem. നമ്മൾ പഠിച്ച പോയിന്റ് അല്ലേ സാർ? അതുകൊണ്ടാണ് സാറിന് സന്തോഷം. ഓക്കെ, സാർക്ക് വട്ടായതൊന്നും അല്ല കേട്ടോ. എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സിന് കൊടുക്കുന്ന സബ്സിഡീസും ഫ്രീ റൈഡ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് DiCaprio ഏർജ് ചെയ്യുന്നു. കാരണം ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. അവർ ലാഭം ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ മുതലാക്കിയാണ്. അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അവർ എക്കോസിസ്റ്റം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച 13 പോയിന്റ്സിൽ ഒരു 4 പോയിന്റ്സ് 5 പോയിന്റ്സ് കൂടെ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേർക്കുന്നു. മനസ്സിലായോ സാറേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ സാർ? അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എന്തായാലും നാച്ചു സാറിന്റെ ക്ലാസ് കാണാൻ വന്നതല്ലേ? നാച്ചു സാറെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓർമ്മിച്ച് വെക്കണ്ടേ? അതിനുവേണ്ടി ഒറ്റ കാര്യം കൂടെ പറയാം. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല. അവസാനം നിങ്ങൾ ഒരു വരിയും കൂടെ എഴുതണം. ആ വരിയെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? കോട്ട്. അതുകൂടെ എഴുതിയാലേ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുള്ളൂ. എന്താ കോട്ട് എന്ന് പറഞ്ഞാൽ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാൾ പറയുന്ന ഡയലോഗ് ഞാൻ കോട്ട് എന്ന് പറയും. അപ്പൊ അതുകൂടെ എഴുതിയേക്കോളാം. സോ ആ കോട്ട് സാറിവിടെ എഴുതുന്നു നോക്കിക്കോളെ. എങ്ങനെ എഴുതുന്നു നോക്കിക്കോളെ. Mankind has looked at climate change as if it were a fiction, he said. അദ്ദേഹം പറഞ്ഞു. സാർ, ഇത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റാ സാർ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എടുത്ത് എന്തായിട്ട് എഴുതുന്നു? ഒരു കോട്ടായിട്ട് എഴുതുന്നു. എന്താ? മനുഷ്യകുലം ക്ലൈമറ്റ് ചേഞ്ചിനെ നോക്കിക്കാണുന്നത് ഒരു ഫിക്ഷൻ ആയിട്ടാണ്. എന്തായിട്ടാണ്? ഒരു ഫിക്ഷൻ ആയിട്ടാണ്. അതുകൊണ്ട് സാർ അദ്ദേഹം അത് പറഞ്ഞു. ഇതിന് ഞാൻ എന്താ പറയുന്നത്? കോട്ട്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ DiCaprio തന്നെ പറഞ്ഞൊരു കോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ ഇൻവെർട്ടഡ് കോമ അല്ലെങ്കിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാക്കി എഴുതുന്നു. ഇതോടുകൂടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും കഴിയുന്നു. സാറ് പറഞ്ഞ കാര്യം വളരെ 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 സിമ്പിൾ ആണ് സാർ. ഞാൻ ആ പറഞ്ഞ 13 പോയിന്റ്സ് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന നരേഷൻ, ഇതിൽ വരുന്ന പാരഗ്രാഫ്, ഇതിൽ വരുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇമാതിരി ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാധ്യതയുള്ള
എന്നുള്ളത് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അതിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ നാസു സാറ് ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതോടുകൂടെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, താങ്ക് യു ഫോർ ബീയിങ് ഹിയർ, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ഓഡിയൻസ്. ആൻഡ് ഇനിയും ഒരു ഗംഭീരമായ ക്ലാസ്സുമായി നാസർ സാർ വീണ്ടും വരുന്നു. വീണ്ടും എൻ്റെ പേര് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് പറയണം, സാർ ഞങ്ങൾ ഇന്നൊരു ഗംഭീരമായ ക്ലാസ് കണ്ടു, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഞങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചു തീർത്തു. അതിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളെയും എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് നാസർ സാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഈ ലൈവ് കഴിഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്ത് തൊണ്ടപൊട്ടി ക്ലാസ് എടുത്ത് നിങ്ങളെ പഠിപ്പിച്ചു തന്ന സന്തോഷത്തില് ഞാനങ്ങ് ഇറങ്ങും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പൊ സമയം എത്രയാണ്? 8:21. ഇപ്പൊ സമയം 8:21. ഒരു 8:40 ആയിട്ട് നാച്ചു സാർ എന്ത് നോക്കും? നാച്ചു സാർ ഈ വീഡിയോ അവസാനിച്ച് യൂട്യൂബിന് അടിയിലുള്ള കമന്റ്സ് ഒക്കെ വായിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. നല്ല ക്ലാസ് ആണെങ്കിൽ മാത്രം നല്ല ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ മതി. മോശം ക്ലാസ് ആണെങ്കിൽ അതും പറയാം, ഒരു കുഴപ്പമില്ല. ഇതിലും ഗംഭീരമായിട്ട് മറ്റൊരു ലൈവുമായിട്ട് ഞാൻ വരും. സോ നിങ്ങൾ കുറെ പേര് ഈ ലൈവ് ചാറ്റിൽ എന്ത് പറയുന്നുണ്ട്. ലൈവ് ചാറ്റിലല്ല നിങ്ങൾ പറയേണ്ടത് ഈ ലൈവ് അവസാനിച്ച് ഒറ്റ മിനിറ്റ് എവിടെയും പോരുത്. ഈ ലൈവ് അവസാനിച്ചിട്ട് കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പറയണം. സോ എല്ലാവരുടെയും കമന്റ് ചെയ്യാനോട് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നിങ്ങൾ പറയുന്ന ചാപ്റ്റർ, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും നമ്മളത് ഇങ്ങനെ പുഷ്പം പോലെ പഠിക്കും. സോ ദാറ്റ്സ് ഓൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. This is Nasser Faruddin signing off from Xylem Learning. Thank you everybody. I wish you all the best. Keep learning. Keep on learning. Thank you.